അമൃതനാഥ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, രാഹുൽ ഗാന്ധി എപ്പോഴാണ് എത്തിയത്? സന്ദർശനത്തിന്റെ മറ്റ് പദ്ധതികളൊക്കെ എന്താണ്? ഇനി തുടർന്ന് 2 വീടുകൾ കൂടി സന്ദർശിക്കുന്നുണ്ട് എന്നാണല്ലോ പറയുന്നത്. രാഹുൽ ഗാന്ധി അല്പസമയങ്ങൾക്ക് മുൻപാണ് എത്തിയത്. ഇപ്പോൾ പടമലയിലെ അജീഷിന്റെ വീട്ടിൽ തുടരുകയാണ് രാഹുൽ ഗാന്ധി. കുടുംബാംഗങ്ങളുമൊക്കെയായി രാഹുൽ ഗാന്ധി സംസാരിക്കുന്നുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു ഈ അജീഷ് മോഴ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഈ രാഹുൽ ഗാന്ധിയുടെ പ്രധാനമായി നമ്മൾ ഈ അജീഷിന്റെ മകളുടെ വാക്കുകളൊക്കെ കേരളം ആ ഒരു സങ്കടത്തോടെ തന്നെ കേട്ടതായിരുന്നു. ഇനി ആർക്കും ഈ ഗതി ഉണ്ടാകരുതെന്നൊക്കെയായിരുന്നു അജീഷിന്റെ മകൾ പറഞ്ഞത്. അതിന് ഒരാഴ്ചയ്ക്ക് ശേഷം ഇത് വീണ്ടും പോളിന്റെ മരണത്തിന് വന്യജീവി ആക്രമണം ഇടയാക്കി. അപ്പോൾ അത്തരം ഒരു സാഹചര്യമുണ്ട്, ഇവരുടെയൊക്കെ ഒരു ജീവിത പശ്ചാത്തലമുണ്ട്. ഈ ഒരു പ്രശ്നങ്ങളൊക്കെ തന്നെ ഈ കുടുംബാംഗങ്ങൾ രാഹുൽ ഗാന്ധിയോട് ഉന്നയിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ പടമലയിലെ വസതിയിൽ രാഹുൽ ഗാന്ധി തുടർന്നു കുടുംബാംഗങ്ങളുമായി സംസാരിക്കുന്നത്. ഇവിടെ നിന്ന് നേരെ പാക്കത്തെ പോളിന്റെ വസതിയിലേക്കാണ് പോവുക. അവിടെ നിന്നാണ് ഈ ഏകദേശം 2 മാസങ്ങൾക്ക് മുമ്പ് കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മൂടക്കൊല്ലിയിലെ പ്രജേഷിന്റെ വീടും സന്ദർശിക്കും. അതിനുശേഷമായിരിക്കും കൽപ്പറ്റയിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ പങ്കെടുക്കുക. നിലവിൽ ഇപ്പോൾ പടമലയിലെ അജീഷിന്റെ വീട്ടിൽ കുടുംബാംഗങ്ങളുമായി രാഹുൽ ഗാന്ധി സംസാരിക്കുകയാണ്. മോത്തി, ശരി. അപ്പോൾ ഇനി എന്തെങ്കിലും തരത്തിലുള്ള തീരുമാനങ്ങൾ, വയനാടിന് ഒരു ശാശ്വത പരിഹാരം വേണം എന്നൊക്കെ വയനാട്ടുകാർ നിരന്തരമായി പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രക്ഷോഭത്തിന്റെ ബാക്കിയൊക്കെ ഇന്നും ഉണ്ടാവും, പ്രതിഷേധത്തിന്റെ ബാക്കി ഇന്നും ഉണ്ടാവും എന്നൊക്കെയാണ് കേൾക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ഒരു പ്രഖ്യാപനമോ ഒരു ഉറപ്പോ ഒക്കെ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? പ്രതിഷേധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണത്. അസാമാന്യമായ പ്രതിഷേധങ്ങൾക്കായിരുന്നു ഇന്നലെ പുൽപ്പള്ളി സാക്ഷ്യം വഹിച്ചത്. ഇന്നലെ അജീഷ് ഇന്ന് പോളെങ്കിൽ നാളെ ആകുന്നൊരു വലിയ ചോദ്യം ഇവർക്ക് മുന്നിലുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു വലിയ ആശങ്കയും ഭീതിയുമായി തന്നെയാണ് ഇത്തരം ഒരു രോഷം നമ്മൾ കാണുന്നത്. കാലാകാലങ്ങളായുള്ള പ്രശ്നമാണ്. അപ്പോൾ എന്താണ് ഒരു ശാശ്വത പരിഹാരം? ഇവർ തന്നെ മുന്നോട്ട് വെക്കുന്ന കുറേ നിർദ്ദേശങ്ങളുണ്ട്. ഇനിയൊരു ദുരന്തം ആവർത്തിക്കപ്പെട്ടുകൂടാ. അതുകൊണ്ട് അതിനായി ഊർജിതമായി തന്നെ ഒരു ഇടപെടൽ ഉണ്ടാകണമെന്നൊരു ആവശ്യമാണ്. അത്തരത്തിൽ ഈ ഫെൻസിംഗ് ആണെങ്കിൽ ശാശ്വതമാകണം. ഒപ്പം തന്നെ ഈ പട്രോളിംഗ് ഊർജിതമായി തന്നെ നടത്തണം. RRT വിപുലീകരണം വേണം. അത്തരത്തിലുള്ള ആവശ്യങ്ങൾ നാട്ടുകാർക്ക് തന്നെ നിർദ്ദേശിക്കാനുണ്ട്. നമ്മൾ ഓരോ ആളുകളെയും കാണുമ്പോഴൊക്കെ അവർ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ പലതാണ്. നമുക്കറിയാം അവർക്ക് തന്നെ ഉത്തരമുണ്ട്. എന്താണ് ശാശ്വത പരിഹാരം എന്നതിന് ചോദ്യത്തിന് അവർക്ക് തന്നെ ഉത്തരമുണ്ട്. കുറച്ച് സമയമെടുത്താണെങ്കിലും കാലാനുസൃതമായി അത്തരം മാറ്റങ്ങൾ വേണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള യോഗങ്ങളൊക്കെ വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. സർവകക്ഷി യോഗങ്ങളൊക്കെ വിളിച്ചു കൂട്ടിക്കൊണ്ട് മാസത്തിൽ ഒരിക്കലെങ്കിലും നാട്ടുകാരുടെ ആവശ്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് ഇത്തരം പരിഹാരം കാണാനുള്ള ഒരു ശ്രമമെങ്കിലും ഉണ്ടാവണമെന്നൊരു ആവശ്യം കാലാകാലങ്ങളായി അവർ ഉന്നയിക്കുന്നതാണ്. അപ്പോൾ ഈ നിർദ്ദേശങ്ങളൊക്കെ പരിഗണിക്കണം എന്നുള്ളത് തന്നെയാണ്. രാഹുൽ ഗാന്ധി എന്തായാലും വീട്ടുകാരായി സംസാരിക്കുകയാണ്. അല്പസമയത്തിനകം എന്താണ് അദ്ദേഹം സംസാരിച്ചതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് എന്തായാലും വ്യക്തമാവുകയുള്ളൂ. അത്തരത്തിൽ മോത്തി ചോദിച്ചതുപോലെ അത്തരത്തിൽ എന്തെങ്കിലും ഉറപ്പോ അങ്ങനെ എന്തെങ്കിലും നൽകിയിട്ടുള്ള കാര്യം എന്തായാലും അല്പസമയത്തിനകം നമുക്ക് വ്യക്തമാകും. മോത്തി, അരുൺ, ഈ നമ്മളെപ്പോഴും കാട് നന്നായി അറിഞ്ഞവരാണ് വയനാടുകാരോളം കാടിനെ നന്നായി അറിയുന്ന മറ്റാരുമില്ലെന്ന് വേണം പറയാൻ. അപ്പം ആ തരത്തിൽ എനിക്ക് തോന്നുന്നു അവർക്ക് തന്നെ ശാശ്വത പരിഹാരത്തിന് ഒരു നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ വനം വകുപ്പിനും ബന്ധപ്പെട്ട മറ്റ് വകുപ്പുകൾക്കുമൊക്കെ ഒന്ന് ചേർന്ന് ഈ നാട്ടുകാരുടെ അഭിപ്രായങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് അതിൽ ശാസ്ത്രീയമായ അഭിപ്രായങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടും അത്തരത്തിലൊരു പരിഹാര മാർഗങ്ങളൊക്കെ മുന്നോട്ട് വയ്ക്കാൻ കഴിയുമായിരിക്കും, അല്ലേ അരുൺ? അതെ, അത് ഓരോ ദിവസവും ഈ അജീഷിന്റെ മരണവുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മൾ കഴിഞ്ഞ 8 ദിവസങ്ങളായി ഓരോ പ്രതികരണങ്ങളിലൂടെ നമ്മൾ പോകുന്നു. വിവിധ മേഖലകളിലെ മാനന്തവാടി ആയിക്കോട്ടെ, പുൽപ്പള്ളി ആയിക്കോട്ടെ, ഈ ബാവലി ആയിക്കോട്ടെ, ഈ മേഖലയിലൊക്കെ ഈ വന്യമൃഗ പ്രശ്നം നേരിടുന്നവരുടെ പ്രതികരണങ്ങളിലൂടെ നമ്മൾ പോകുന്നു. അവർക്ക് തന്നെ അറിയാം, അവർക്ക് തന്നെ മോദി സൂചിപ്പിച്ചതുപോലെ തന്നെ അവർ തന്നെ പല നിർദ്ദേശങ്ങളായി മുന്നോട്ട് വെക്കുന്നുമുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഉള്ള നിർദ്ദേശങ്ങൾ അവരുടെ മുന്നിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ അതിലേക്കൊന്നും ഈ അധികൃതർ എത്തുന്നില്ല എന്നുള്ള വലിയ പരാതി തന്നെയാണ് അവിടെ നിൽക്കുന്നത്. ഇപ്പോൾ RRT വിപുലീകരണമായിക്കോട്ടെ, അത്തരത്തിൽ ഈ മന്ത്രിസഭ കഴിഞ്ഞ ഒരു ഉത്തരവിറക്കിയിരുന്നു. പക്ഷെ അതിൽ പോലും ഇത്ര കാലാകാലങ്ങളായി ഈ വനംവകുപ്പിന്റെ ഈ നിലപാടുകൾക്കൊന്നും ഈ തീരുമാനങ്ങൾക്കൊന്നും അവരെ തൃപ്തിപ്പെടുത്താൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് ഇത്തരം ഉത്തരവിറക്കുമ്പോൾ പോലും അവർ തൃപ്തരാകാത്തതും അതുകൊണ്ട് തന്നെയാണ്. കാലാകാലങ്ങളായി അവർ ആവശ്യം ഉന്നയിക്കുന്നത് ഈ നാമമാത്രമായി പോവുകയാണ് പല നടപടികളും. നൈറ്റ് പെട്രോളിംഗ് ഉണ്ടെന്ന് പറയുന്നു, പലയിടത്തും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊന്നും എത്തുന്നില്ലെന്ന പരാതി പറയുന്നത്. നിത്യേന ഈ പ്രദേശത്തുള്ളവരോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ
നിത്യേന കടുവയും പുലിയും ഒക്കെ കടന്നു പോകുന്നവർ കണ്ടതാണ്. ഇന്നലെ അവരുടെ വാക്കുകൾ തന്നെ ഏറ്റവും പ്രസക്തമാണ്. ഈ സമരം നടക്കുമ്പോൾ പോലീസ് ലാത്തി വീശിയപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് ഒരാൾ പറഞ്ഞതാണ് ഞാൻ കേട്ടത്, നാളെ ആനയല്ലെങ്കിൽ കടുവ. അപ്പോൾ ഈ ലാത്തിയെ ഞങ്ങൾ പേടിക്കാൻ നിങ്ങൾ വേണ്ടുന്ന അത്രയും തല്ലിക്കോളൂ എന്നുള്ള അത്ര രൂക്ഷമായ പ്രതികരണങ്ങളിലുണ്ട് അവരുടെ പ്രതിസന്ധി എത്രയാണെന്ന്. അപ്പോൾ അത്തരത്തിലൊരു ശാശ്വതമായ ഇനിയൊരു ദുരന്തം ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു പരിഹാരം വേണം. അത്തരത്തിലൊരു ഭീതി നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അതിനായി വന്യജീവി ആക്രമണം തടയാനായി മാത്രം ഒരു RRT സംഘത്തെ രൂപീകരിക്കണം, പ്രത്യേകമായ ഒരു CCF നെ നിയോഗിക്കണം. അത്തരം സാധ്യതകളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അതിൽ ഊർജിതമായ ഒരു ഇടപെടൽ ഉണ്ടാകണം, ഊർജിതമായി അത് പ്രാവർത്തികമാക്കുകയും വേണം. വാക്കാൽ ആയി പോകരുതെന്ന് മാത്രമുണ്ട്. അപ്പോൾ ഊർജിതമായി പ്രാവർത്തികമാക്കിയാൽ മാത്രമേ ഈ നാട്ടുകാരെ ഇനിയും അവരെ ഒന്ന് സമാധാനിപ്പിക്കാനാകൂ, അവരെ ഒന്ന് തൃപ്തരാക്കാനാകൂ എന്നുള്ളത് കൂടി പ്രധാനം തന്നെയാണ് മോദി. ഈ ദ്രുത പ്രതികരണ സേന, റാപ്പിഡ് റെസ്പോൺസ് ടീമിനെയൊക്കെ കൂടുതൽ നിയോഗിക്കുമെന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസം വനമന്ത്രി അടക്കമുള്ളവരൊക്കെ പറഞ്ഞിരുന്നത്. അത്തരത്തിൽ കൂടുതൽ ആൾക്കാരെ നിയോഗിക്കുന്നത് കൊണ്ട് മാത്രം അങ്ങനെ ഒരു പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന് പ്രതീക്ഷിക്കാമോ അരുൺ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് ഒരു കാലാനുസൃതമായി പരിഹരിക്കപ്പെടേണ്ട ഒരു പ്രശ്നമാണ്. സമയമെടുക്കുന്നത്. പക്ഷേ അതിലേക്കുള്ള ഘട്ടം ഘട്ടമായി പല നടപടികളും എടുക്കേണ്ടത്. അതിലൊന്ന് തന്നെയാണ് ഈ RRT വിപുലീകരണം. പക്ഷേ അതിലേക്ക് പോലും എത്താത്തത് ഒരു വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. അതൊരു വനമന്ത്രി അങ്ങനെ ഒരു ഉറപ്പ് കൊടുക്കുമ്പോൾ പോലും അതൊരു വാഗ്ദാനം മാത്രമായിട്ട് പാഴ് വാഗ്ദാനമാകും എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. അവർക്ക് അതിലൊന്നും വിശ്വാസമില്ലാത്തൊരു സാഹചര്യമാണ്. ഒന്നാമത് വനമന്ത്രി എത്താത്തതിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാണുന്നുണ്ട്. വനമന്ത്രി ഇന്നലെ പോലും വിഷയത്തിൽ പറയുന്നുണ്ട്, ജില്ലയുടെ ചാർജുള്ള മന്ത്രി കൂടിയാണ് വനം മന്ത്രി. അപ്പോൾ വനം മന്ത്രി ഇവിടേക്ക് എന്തുകൊണ്ട് എത്തിയില്ല എന്നൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നു. അപ്പോൾ അത്തരത്തിൽ ഒരു അനാസ്ഥ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് നാട്ടുകാരുടെ പ്രഥമ ആരോപണം. അപ്പോൾ അതിനെല്ലാം മറികടന്നിട്ട് ഈ RRT വിപുലീകരണമൊക്കെ ഒരു ഊർജിതമായ ഒരു ഘട്ടം തന്നെയാണ്. ഈ ഒരു ശാശ്വത പരിഹാരത്തിലേക്കുള്ള ഊർജിതമായ ഘട്ടം തന്നെയാണ്. അല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ അതൊരു വാഗ്ദാനത്തിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നു എന്നുള്ള നാട്ടുകാരുടെ ആരോപണം അത് ശരിവെക്കുന്ന തരത്തിലുള്ള മന്ത്രിയും ജില്ലാ കളക്ടറും ഒന്നും സ്ഥലത്ത് എത്തിയില്ല എന്നൊരു പരാതിയും കഴിഞ്ഞ ദിവസം മുതൽ തന്നെ അവിടുത്തെ നാട്ടുകാരൊക്കെ പറയുന്നുണ്ട്. അതെ, ഇന്നലെ ഈ പോളിന്റെ മൃതദേഹവുമായി ഈ പുൽപ്പള്ളി ടൗണിൽ നിൽക്കുമ്പോൾ പോലും ജില്ലാ കളക്ടർ എത്തിയാലേ മൃതദേഹം വിട്ടു നൽകൂ, ജില്ലാ കളക്ടറോട് നേരിട്ട് സംസാരിക്കണം എന്നുള്ള കാര്യം ഉൾപ്പെടെ വ്യക്തമാക്കിയായിരുന്നു. ഇന്നലെ വൈകിട്ട് വരെ അങ്ങനെ പ്രതിഷേധം നീളാനുള്ള ഒരു കാരണവും അത് തന്നെയായിരുന്നു. പക്ഷേ ജില്ലാ കളക്ടറൊന്നും അവിടെ എത്തിയില്ല. അതിലൊക്കെ നാട്ടുകാരുടെ വലിയ രീതിയിലുള്ള ഒരു അമർഷമുണ്ട്. അപ്പോൾ സാധ്യതകൾ ഒരുപാടുണ്ട് മോത്തി. അത്തരത്തിൽ ഊർജിതമായുള്ള ഒരു ഇടപെടലുകൾ നടത്തി ഘട്ടം ഘട്ടമായി കാലാനുസൃതമായി ഒരു പരിഹാരം കാണാനുള്ള സാധ്യതകൾ ഒരുപാട് കിടക്കുന്നു. ഇനി വരുന്ന മിനിറ്റുകളിലൊക്കെ അരുണിലേക്ക് തിരിച്ചു വരാം. കാരണം ഇനി രാഹുൽ ഗാന്ധി പോകുന്നത് പോളിന്റെ വീട്ടിലേക്കാണ്, പാക്കത്തെ വീട്ടിലേക്കാണ് പോകുന്നത്. അതിനുശേഷം വീണ്ടും സന്ദർശനം നടത്തുന്നുണ്ട്. നേരത്തെ കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അദ്ദേഹത്തിന്റെ വീട്ടിലേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് വരുന്ന മിനിറ്റുകളിലൊക്കെ അരുണിലേക്ക് വരാം.